ഹലോ നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണക്കാർ കഷ്ടപ്പെട്ട് ഓരോ രൂപയും കൂട്ടി വെച്ചിട്ടാണ് സ്വർണം വാങ്ങുന്നത്. അങ്ങനെ ആ സ്വർണം പണയം വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നടത്തുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പം സ്വർണ്ണ പണയ വായ്പാ വിതരണവുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സ്വർണ്ണ പണയ വായ്പാ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ, അതായത് ഗോൾഡ് ലോൺ ഡ്രാഫ്റ്റ് നോംസ്, കേന്ദ്രത്തിൻ്റെ തിരുത്തൽ വന്നിട്ടുണ്ട്. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പുതിയ നിയമങ്ങളിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവരെ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, പുതിയ മാർഗനിർദ്ദേശങ്ങൾ 2026 ജനുവരി 1 മുതൽ നടപ്പാക്കിയാൽ മതിയെന്നുമാണ് നിർദ്ദേശം. അടുത്തിടെയാണ് സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഗോൾഡ് ലോൺ സെഗ്മെന്റിനെ കൂടുതലായിട്ട് നിയന്ത്രിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ സ്വർണം ഈടായി നൽകി വായ്പകളിൽ പോലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെതിരെയാണ് വിമർശനം. സാധാരണക്കാരെ അടക്കം ബുദ്ധിമുട്ടിലാക്കുന്ന സമീപനമാണിതെന്നാണ് ആശങ്ക. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഇടപെടൽ. ധനമന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് സർവീസ്, അതായത് DFS, പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കുന്നതോടെ സമയബന്ധിതമായും തടസ്സങ്ങൾ ഇല്ലാതെയും 2 ലക്ഷം രൂപ വരെ സ്വർണ്ണ പണയ വായ്പ ലഭിക്കും. 2025 ഏപ്രിൽ മാസത്തിലാണ് സ്വർണ്ണ വായ്പ നൽകുന്ന ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ, ഗ്രാമീൺ ബാങ്കുകൾ എന്നിവയ്ക്ക് ബാധകമാകുന്ന നിർദ്ദേശങ്ങൾ കരടു നിർദ്ദേശമായിട്ട് റിസർവ് ബാങ്ക് അവതരിപ്പിച്ചിരുന്നത്. സ്വർണ്ണ വായ്പ എടുക്കുന്ന വ്യക്തിയുടെ തിരിച്ചടവ് ശേഷി വിലയിരുത്തി വേണം വായ്പ നൽകേണ്ടത്. വായ്പ എടുത്ത പണം വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം. വായ്പയെടുത്ത മുഴുവൻ തുകയും തിരിച്ചടച്ചതിന് ശേഷം മാത്രമേ പുതുക്കി വെക്കാൻ അനുവദിക്കുള്ളൂ. വ്യക്തിഗത ബിസിനസ് ആവശ്യങ്ങൾക്ക് ഒരേ സമയം ലോൺ എടുക്കരുത്. സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം വായ്പ എടുക്കുന്നവർ തെളിയിക്കണം തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അടിയന്തര ഘട്ടത്തിൽ അത്യാവശ്യത്തിന് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കാൻ ഈ നിർദ്ദേശങ്ങൾ തടസ്സമാകുമെന്ന വിലയിരുത്തലുണ്ടായി. ഈ സാഹചര്യത്തിലാണ് 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ പുതിയ ചട്ടത്തിൽ നിന്നും ഒഴിവാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. താങ്ക്